നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും എല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ ഒരു മുട്ട റോസ്റ്റ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. മുട്ട റോസ്റ്റ് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അതിലേക്ക് വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കറിവേപ്പിലയും കുറച്ച് തേങ്ങാക്കൊത്തെല്ലാം ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി 3 സവാള നൈസായി കട്ട് ചെയ്ത് അത് കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റി വന്നാൽ മഞ്ഞളും മല്ലിയും മുളകും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പൊടികളുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നൈസായി കട്ട് ചെയ്ത് 2 തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിയും ചേർത്തിന് നല്ലപോലെ വഴറ്റിയെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ ഒരു സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് മുട്ട വേവിച്ചെടുക്കണേ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എന്നാൽ തൊലിയൊന്നും ഒട്ടിപ്പിടിക്കാതെ മുട്ട നല്ലോണം ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ മുട്ടയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഗരം മസാലയും ലാസ്റ്റ് ചേർത്ത് കൊടുക്കണേ.